ഹായ് ഫ്രണ്ട്സ്, യൂട്യൂബ് നോട്ട്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ആനുകാലികം 10 ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം തന്നെ ഇന്ന് പഠിച്ചു പോകണം. ഞാനത് നിങ്ങളെ പഠിപ്പിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോ നിർത്തുള്ളൂ. എൻ്റെ ഒപ്പം തന്നെ എല്ലാവരും പഠിച്ചു പോകണം. ചോദ്യത്തിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇന്ത്യൻ പ്രസിഡന്റ് ആര്? ദ്രൗപദി മുർമു. ഇന്ത്യൻ പ്രസിഡന്റ് ആര്? ദ്രൗപദി മുർമു. എല്ലാവരും എൻ്റെ ഒപ്പം തന്നെ പഠിച്ചു പോകണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഇന്ത്യൻ പ്രസിഡന്റ് ആര്? ദ്രൗപദി മുർമു. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആരാണ്? അപ്പോൾ CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ്? ദ്രൗപദി മുർമു. വൈസ് പ്രസിഡന്റ് CP രാധാകൃഷ്ണൻ. CP രാധാകൃഷ്ണൻ അധികാരമേറ്റ് 2 മാസമായിട്ടേ ഉള്ളൂ. അതിന് മുമ്പ് ജഗദീഷ് ജങ്കർ ആയിരുന്നു. ആരാണ് വൈസ് പ്രസിഡന്റ്? CP രാധാകൃഷ്ണൻ. ഈ CP രാധാകൃഷ്ണൻ എത്ര മാസമായി വൈസ് പ്രസിഡൻ്റായിട്ട്? 2 മാസമായിട്ടേ ഉള്ളൂ. അതിൻ്റെ മുമ്പ് ആരായിരുന്നു? ജഗദീഷ് ജങ്കർ. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? ഇന്ത്യയുടെ പ്രസിഡന്റ് ആര്? ആരാണ്? ദ്രൗപദി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആവും. ദ്രൗപദി മുർമു. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആരാണ്? CP രാധാകൃഷ്ണൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. 2025 50-ാം വാർഷികം ആചരിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം? ആര്യഭട്ട. എന്താണ്? 2025 50-ാം വാർഷികം ആചരിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ഏതാണ്? ആര്യഭട്ട. ഈ ആര്യഭട്ട ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമാണ്. അതെന്നാ വിക്ഷേപിച്ചത്? 1975 ഏപ്രിൽ 19-നാണ് ആര്യഭട്ട വിക്ഷേപിച്ചത്. എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? സോവിയറ്റ് യൂണിയനിൽ നിന്ന്. എല്ലാവരും എൻ്റെ ഒപ്പം തന്നെ പഠിച്ചു പോകണം കേട്ടോ. അപ്പോൾ എന്താ നമ്മളെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 2025 50-ാം വാർഷികം ആചരിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ഏതാണ്? ആര്യഭട്ട. 2025 50-ാം വാർഷികം ആചരിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ഏതാണ്? ആര്യഭട്ട. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇന്ത്യൻ പ്രസിഡന്റ് ആര്? ആരാ? ദ്രൗപദി മുർമു. എല്ലാവരും പഠിച്ചില്ലേ? ഇന്ത്യൻ പ്രസിഡന്റ് ആര്? ദ്രൗപദി മുർമു. അപ്പോൾ വൈസ് പ്രസിഡന്റ് ആരാണ്? CP രാധാകൃഷ്ണൻ. ഈ CP രാധാകൃഷ്ണൻ എത്ര മാസമായിട്ടുള്ളൂ? 2 മാസമായിട്ടേ ഉള്ളൂ. ഇതിന് മുമ്പ് ജഗദീഷ് ജങ്കർ. അപ്പോൾ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ 2025 50-ാം വാർഷികം ആചരിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ആര്യഭട്ട. ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമാണ് ആര്യഭട്ട. ആര്യഭട്ട ആദ്യം വിക്ഷേപിച്ചത് 1975 ഏപ്രിൽ 19-ന് സോവിയറ്റ് യൂണിയനിൽ നിന്ന്. ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്. ഇപ്പോഴത്തെ ലോകസഭാ സ്പീക്കർ ആര്? ആരാണ്? ഓം ബിർള. ഇപ്പോഴത്തെ ലോകസഭാ സ്പീക്കർ ഓം ബിർള. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പോഴത്തെ ലോകസഭാ സ്പീക്കർ ഓം ബിർള. അപ്പോൾ എന്തായാലും നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇന്ത്യൻ പ്രസിഡന്റ്. എല്ലാവരും എൻ്റെ ഒപ്പം തന്നെ പഠിച്ചു പോകണം. ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു. വൈസ് പ്രസിഡന്റ് CP രാധാകൃഷ്ണൻ. നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 2025 50-ാം വാർഷികം ആചരിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ആര്യഭട്ട. ആര്യഭട്ട വിക്ഷേപിച്ചത് 1975 ഏപ്രിൽ 19-ന്. അടുത്ത ക്വസ്റ്റ്യൻ നാലാമത്തെ ക്വസ്റ്റ്യനാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ. തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരം 2025 നേടിയതാരെ? ആരാ? KP സുധീര. തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരം. തകഴി സാഹിത്യ പുരസ്കാരമാണ് 2025 നേടിയത് KP സുധീര. തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരം 2025 നേടിയത് KP സുധീര. എല്ലാവരും എൻ്റെ ഒപ്പം പഠിച്ചു പോകാനാണ് ഞാൻ പിന്നെയും പറയുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ? തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരം 2025 നേടിയത് ആര്? KP സുധീര. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമുക്ക് ഫസ്റ്റ് പോയി നോക്കിയാലോ. ഒന്ന്, ഇന്ത്യൻ പ്രസിഡന്റ് ആരെന്നാണ് ചോദിച്ചിരുന്നത്. ആരാ ഇന്ത്യൻ പ്രസിഡന്റ്? ദ്രൗപദി മുർമു.
വൈസ് പ്രസിഡൻറ്റോ സി പി രാധാകൃഷ്ണൻ. സി പി രാധാകൃഷ്ണന് മുമ്പ് ആരായിരുന്നു? ജഗദീഷ് ജങ്കർ. രണ്ടാമത്തെ ക്വസ്റ്റ്യനോ 2025 50ാം വാർഷികം ആചരിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം എന്താണ്? ആര്യഭട്ട. ആര്യഭട്ട വിക്ഷേപിച്ചത് എന്നായിരുന്നു? 1975 ഏപ്രിൽ 19. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എല്ലാവരും ശ്രദ്ധിച്ച് ഒപ്പം പഠിച്ചു പോകണം കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ലോകസഭാ സ്പീക്കർ ആര്? ഓം ബിർള. ലോകസഭാ സ്പീക്കർ ആരാണ്? ഓം ബിർള. ഇപ്പം നാലാമത്തെ നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരം 2025 നേടിയതാര്? ആരാ? കെ.പി. സുധീര. അടുത്ത ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ജസ്റ്റിസ് സൂര്യകാന്ത്. 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ജസ്റ്റിസ് സൂര്യകാന്ത്. ആരാണ് 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്? ജസ്റ്റിസ് സൂര്യകാന്ത്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനൊക്കെ മറന്നുപോയോ? ഓർമ്മ ഉണ്ടോ? അപ്പോൾ എല്ലാവരും ഒന്ന് ഒപ്പം പറഞ്ഞു നോക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ പ്രസിഡന്റ് ആര്? ആരാ? ദ്രൗപദി മുർമു. വൈസ് പ്രസിഡന്റ് സി പി രാധാകൃഷ്ണൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 2025 50ാം വാർഷികം ആചരിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ആര്യഭട്ട. ആര്യഭട്ട വിക്ഷേപിച്ച വർഷം 1975 ഏപ്രിൽ 19 സോവിയറ്റ് യൂണിയനിൽ നിന്ന്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇപ്പോഴത്തെ ലോകസഭ സ്പീക്കർ ആര്? ആരാണ്? ഓം ബിർള. നാലാമത്തെ ക്വസ്റ്റ്യൻ തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരം 2025 നേടിയതാര്? ആരാ നേടിയത്? കെ.പി. സുധീര. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ആരാണ്? സൂര്യകാന്ത്. ആറാമത്തെ ക്വസ്റ്റ്യനാണ്. നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം? പഞ്ചാബ്. നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. എന്താ ക്വസ്റ്റ്യൻ? നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. എല്ലാവരും ശ്രദ്ധിച്ച് ഒപ്പം പഠിച്ചു പോകണം കേട്ടോ. നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം പഞ്ചാബ്. നമ്മളെ ക്വസ്റ്റ്യനൊക്കെ ഒന്നും കൂടി നമുക്ക് പറഞ്ഞു നോക്കല്ലേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇന്ത്യൻ പ്രസിഡന്റ് ആര്? ഒപ്പം പറഞ്ഞു കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻ പറയുമ്പോൾ നിങ്ങൾ ഉത്തരം പറയുക. ഇന്ത്യൻ പ്രസിഡന്റ് ആര്? ദ്രൗപദി മുർമു. വൈസ് പ്രസിഡന്റ് സി പി രാധാകൃഷ്ണൻ. സി പി രാധാകൃഷ്ണന് മുമ്പ് ജഗദീഷ് ജങ്കർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 2025 50ാം വാർഷികം ആചരിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ആര്യഭട്ട. എന്താ ക്വസ്റ്റ്യന്? 2025 50ാം വാർഷികം ആചരിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ആര്യഭട്ട. ആര്യഭട്ട വിക്ഷേപിച്ചത് 1975 ഏപ്രിൽ 19. മൂന്നാമത്തെ ക്വസ്റ്റ്യനോ ലോകസഭ സ്പീക്കർ ആര്? ആരാണ്? ഓം ബിർള. നാലാമത്തെ ക്വസ്റ്റ്യൻ തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരം 2025 നേടിയത് ആരാണ്? കെ.പി. സുധീര. തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരം 2025 നേടിയത് കെ.പി. സുധീര. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ജസ്റ്റിസ് സൂര്യകാന്ത്. 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ജസ്റ്റിസ് സൂര്യകാന്ത്. ഇപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആറാമത്തെ ക്വസ്റ്റ്യൻ നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. അടുത്ത ക്വസ്റ്റ്യൻ ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ 2025 1ാം സ്ഥാനത്തുള്ള രാജ്യം? നോർവേ.
ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ 2025 ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം നോർവേ. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 151. ഇന്ത്യ 151 സ്ഥാനത്താണ് ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ. ഒന്നാം സ്ഥാനത്ത് ഏത് രാജ്യമാണ്? നോർവേ. ഇന്ത്യയുടെ സ്ഥാനം 151. ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ 2025 ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം നോർവേ. ഇന്ത്യയുടെ സ്ഥാനം 151. പഠിച്ചില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, 8ാമത്തെ ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആര്? ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ഇന്ത്യയിലെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യൻ. ആരാണ്? വി രാമസുബ്രഹ്മണ്യൻ. ഇന്ത്യയിലെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യൻ. അപ്പോൾ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? ആദ്യത്തെ ആള് രംഗനാഥ് മിശ്ര. ഇന്ത്യയിലെ ഇപ്പോഴത്തെ ആള് വി രാമസുബ്രഹ്മണ്യൻ. ഇന്ത്യയിലെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യൻ. ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ രംഗനാഥ് മിശ്ര. കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. നമുക്ക് ചില ക്വസ്റ്റ്യൻ ഒന്ന് റിപ്പീറ്റ് ചെയ്താലോ? എന്തായാലും നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇന്ത്യൻ പ്രസിഡന്റ് ആര്? ദ്രൗപദി മുർമു. വൈസ് പ്രസിഡന്റ് CP രാധാകൃഷ്ണൻ. എല്ലാവർക്കും ഓർമ്മ കിട്ടുന്നില്ലേ? ഈ CP രാധാകൃഷ്ണൻ 2 മാസമായിട്ടേ ഉള്ളൂ സ്ഥാനത്തെത്തിയിട്ട്. അതിൻ്റെ മുമ്പ് ജഗദീഷ് ജങ്കർ ആയിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 2025 50ാം വാർഷികം ആചരിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ഏതാണ്? ആര്യഭട്ട. ആര്യഭട്ട വിക്ഷേപിച്ച വർഷം 1975 ഏപ്രിൽ 19. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? ലോകസഭ സ്പീക്കർ ആരാണ്? ഓം ബിർള. അടുത്തതായിരുന്നു തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരം 2025 നേടിയതാര്? KP സുധീര. അടുത്ത ക്വസ്റ്റ്യൻ ഏതായിരുന്നു? എല്ലാവരും എൻ്റെ ഒപ്പം പറഞ്ഞു പോകണില്ലേ? ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഒപ്പം ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കി പോവുക. അടുത്ത ക്വസ്റ്റ്യൻ, 5ാമത്തെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? 53ാമത് ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു എന്ന് അല്ലേ? 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? ജസ്റ്റിസ് സൂര്യകാന്ത്. അടുത്ത ക്വസ്റ്റ്യൻ എത്ര? 6ാമത്തെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഏതായിരുന്നു? നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം പഞ്ചാബ്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ 2025 ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? നോർവേ. ഇന്ത്യയുടെ സ്ഥാനം 151. ഇപ്പം നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ഇന്ത്യയിലെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? രംഗനാഥ മിശ്ര. കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. എല്ലാവരും നല്ല കൃത്യമായിട്ട് പഠിച്ചു പോകണം കേട്ടോ. ഇപ്പോൾ നമുക്കിത് കേട്ട് കഴിഞ്ഞാൽ ഇനി പിന്നെ അതിനൊരു സമയം കളയരുത്. നമുക്ക് സമയമില്ല. എന്നാൽ ഈ മാസമല്ലേ പരീക്ഷ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ ആരെന്ന്? സഞ്ജയ് മൽഹോത്ര. ഇന്ത്യയിലെ നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. ആരാണ് റിസർവ് ബാങ്കിൻ്റെ ഗവർണർ? സഞ്ജയ് മൽഹോത്ര. ഇന്ത്യയിലെ ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. പഠിച്ചില്ലേ? ആരാണ് റിസർവ് ബാങ്കിൻ്റെ ഗവർണർ? ഇന്ത്യയിലെ നിലവിലെ റിസർവ് ബാങ്കിൻ്റെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. ഇന്ത്യയിലെ നിലവിലെ റിസർവ് ബാങ്കിൻ്റെ ഗവർണർ ആരാണ്? നിങ്ങൾ പഠിക്കണം, ഒപ്പം പഠിക്കണം കേട്ടോ. അതിനാണ് ഞാൻ പിന്നെ ആവർത്തിച്ച് ഇങ്ങനെ പറയണത്. അപ്പോൾ ഒപ്പം പഠിച്ചു പോകുക. ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ് ഇന്ത്യയിലെ നിലവിലെ റിസർവ് ബാങ്കിൻ്റെ ഗവർണർ. അടുത്ത ക്വസ്റ്റ്യൻ 10ാമത്തെ ക്വസ്റ്റ്യനാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ.
സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത മണ്ഡലം ധർമ്മടം. സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത മണ്ഡലം ധർമ്മടം. ധർമ്മടം ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിൽ. സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത മണ്ഡലം ഏതാണ്? ധർമ്മടം. കണ്ണൂർ ജില്ലയിലെ ധർമ്മടമാണ് സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത മണ്ഡലം. നമുക്കൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പോയനാൽ എല്ലാവരും പഠിച്ചില്ലേ? എല്ലാം പഠിച്ചില്ലേ? നമുക്കൊന്നുകൂടെ നോക്കാം. 1. ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു. വൈസ് പ്രസിഡന്റ് CP രാധാകൃഷ്ണൻ. അടുത്ത ക്വസ്റ്റ്യൻ ഏതായിരുന്നു? 2025 50-ാം വാർഷികം ആചരിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ഏതാണ്? ഏതായിരുന്നു? ആര്യഭട്ട. ആര്യഭട്ട വിക്ഷേപിച്ച വർഷം 1975 ഏപ്രിൽ 19. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? ലോകസഭാ സ്പീക്കർ ആരാണ്? ഓം ബിർള. അടുത്ത ക്വസ്റ്റ്യൻ തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരം 2025 നേടിയത് KP സുധീര. അടുത്തത് 53-ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത്. അടുത്ത ക്വസ്റ്റ്യൻ ഏതായിരുന്നു? അടുത്ത ക്വസ്റ്റ്യൻ നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം പഞ്ചാബ്. അടുത്ത ക്വസ്റ്റ്യൻ ലോകമാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ 2025 1-ാം സ്ഥാനത്തുള്ള രാജ്യമേതാണ്? നോർവേ. ഇന്ത്യക്ക് എത്ര സ്ഥാനമായിരുന്നു? 151. അടുത്ത ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ഇന്ത്യയിലെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യൻ. അപ്പോൾ ആദ്യത്തെ ആളാരായിരുന്നു? രംഗനാഥ മിശ്ര. കേരളത്തിൻ്റെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. അടുത്ത ക്വസ്റ്റ്യൻ 9-ാമത്തെ ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിലെ നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ ആരായിരുന്നു? ആരാണ്? സഞ്ജയ് മൽഹോത്ര. അടുത്ത ക്വസ്റ്റ്യൻ 10-ാമത്തെ ക്വസ്റ്റ്യൻ സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത മണ്ഡലം ധർമ്മടം. കണ്ണൂർ ജില്ലയിലെ ധർമ്മടമാണ് സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത മണ്ഡലം. എല്ലാവരും ക്ലാസ് നല്ലോണം ശ്രദ്ധിച്ച് കേട്ട് പഠിക്കുക. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ വീഡിയോ ഇനി അടുത്ത 10 ക്വസ്റ്റ്യനുമായിട്ട് ഉടനെ ഞാൻ വരും. നിങ്ങൾക്കത് കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെല്ലൈക്കനും കൂടി അമർത്തുക.